എന്തായാലും വിശേഷം എല്ലാവരും ഹാപ്പി അല്ലേ? അപ്പൊ ഇന്ന് നമ്മൾ യൂണിറ്റ് 5 കിടക്കുന്നത്. BPCC 109 യൂണിറ്റ് 5. എന്താണ് യൂണിറ്റ് 5 പറയുന്നത്? യൂണിറ്റ് 5 പറയണത് ലൈഫ് സ്പാനെ കുറിച്ചാണ്. സ്റ്റേജസ് ഇൻ ലൈഫ് സ്പാൻ ഡെവലപ്മെന്റ്. ഇൻട്രസ്റ്റിംഗ് അല്ലേ? നമുക്ക് നമ്മുടെ ജീവിതത്തിന്റെ സ്റ്റേജസ് എങ്ങനെയാണ്, ഒരു വയസ്സ് മുതൽ നമ്മൾ ജനിച്ചത് മുതൽ നമ്മൾ എങ്ങനെയാണ് പോകുന്നത് എന്നറിയാൻ ഒരു ഇൻട്രസ്റ്റിംഗ് അല്ലേ? നമുക്ക് നോക്കാം. ആർ യു റെഡി? എന്തോ ഒരു ബ്ലോക്കർ കണ്ടു. ഓക്കെ, സെറ്റ്. അപ്പോൾ നമുക്ക് നോക്കാം അല്ലേ? അപ്പോൾ നമ്മളെല്ലാവരും ഒരേപോലെ ഒരേ സ്റ്റേജുകളിലൂടെ കടന്നു വന്നവരാണ്. അതായത് കൺസീവ് ആയത് മുതൽ, കൺസീവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉമ്മയുടെ അല്ലെങ്കിൽ അമ്മയുടെ ഗർഭധാരണത്തിൽ നമ്മൾ തുടിത്തു മുതൽ നമ്മൾ ഇന്ന് നിൽക്കുന്ന ലെവൽ, അല്ലെങ്കിൽ ഇനി നമ്മൾ മരണം വരെ വയസ്സ് അങ്ങനെയുള്ളത് എല്ലാവർക്കും ഉണ്ടാവും ആ ഒരു സ്റ്റേജ്. ഈ ഓരോ സ്റ്റേജ് കഴിയാതെ നമ്മൾ ആരും പെട്ടെന്ന് ജനിച്ച ഉടനെ തന്നെ വയസ്സനാവില്ല അല്ലല്ലോ. നമ്മളൊരു സ്റ്റേജിലൂടെയാണ് നമ്മളെല്ലാവരും കടന്നു പോവുക. അപ്പോൾ ഒരുപാട് ചേഞ്ചസ് അതിൽ ഉണ്ട് അല്ലെ? ജീവാവസാനത്തിൽ വരെ ഒരുപാട് ചേഞ്ചസുകൾ നമ്മൾ അനുഭവിക്കുന്നുണ്ട്. അതെല്ലാവർക്കും ഒരുപോലെ ആവണമെന്നില്ല. ചില കോമൺ ഫാക്ടേഴ്സ്, അതായത് സാധാരണമായിട്ട് കാരണങ്ങൾ ഉണ്ടാകും. പക്ഷെ എല്ലാത്തിന്റെയും മാനിഫെസ്റ്റേഷൻ അല്ലെങ്കിൽ മാറ്റങ്ങൾ എങ്ങനെ പുറത്ത് കാണിക്കുന്നത് ഓരോരുത്തരിലും വ്യത്യാസമായിരിക്കും. ഒരു സ്റ്റേജിൽ ഞാൻ പെരുമാറുന്ന പോലെ തന്നെ നീ പെരുമാറണം എന്നില്ല, അതിൽ വ്യത്യാസമുണ്ട്. മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നതിന് ഹ്യൂമൻ ചേഞ്ചസ് ഡൈനാമിക് നാച്ചറാണ്. ജീവിതത്തിൽ നമ്മൾ കാണുന്ന മാറ്റങ്ങളെല്ലാം ഡൈനാമിക് ആണ്. അതായത് ഒന്നും സ്ഥിരം മാറിക്കൊണ്ടേയിരിക്കുന്നു. പക്ഷെ എല്ലാ സമയത്തും മാറ്റം ഉണ്ടാകണമെന്നില്ല. ചില കാലഘട്ടങ്ങളിൽ വളരെ ലിമിറ്റഡ് ചേഞ്ച് അഥവാ കോൺസ്റ്റൻസി കാണാം. അപ്പം ആളുകൾക്ക് വളരെ ചെറിയ മാറ്റങ്ങൾ മാത്രമേ നമുക്ക് അനുഭവപ്പെടുകയുള്ളൂ. ഇപ്പൊ ചൈൽഡ്ഹുഡിലും അഡൽസൻസ് വരെയാണെങ്കിൽ ഒരു മേജർ ചേഞ്ച് പീരീഡാണ്. ഫിസിക്കലി, ഇമോഷണലി, സോഷ്യൽ ഡെവലപ്മെന്റ് എല്ലാത്തിലും ഒരു ചേഞ്ച് വരുന്ന ഒരു കാലഘട്ടമാണ് ചൈൽഡ്ഹുഡ് ടു അഡോൾസൻസ് എന്ന് പറയുന്നത്. അഡൾട്ട്ഹുഡ്, അതായത് ജീവിതത്തിന്റെ മിഡിൽ ലൈഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചേഞ്ചസ് വളരെ കുറവുള്ളൊരു കാലം, പക്ഷെ സ്റ്റെബിലിറ്റി കൂടുതലുള്ള ഒരു കാലമാണ്. എന്താണ് വൈ സ്റ്റഡീസ് ദിസ് ചേഞ്ചസ്? ഇത്തരം മാറ്റങ്ങളെ സയന്റിഫിക്കലിയും സിസ്റ്റമാറ്റിക്കലിയും മനസ്സിലാക്കുന്നത് നമുക്ക് പ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം എന്താണ്? നമുക്ക് ആളുകളുടെ ലൈഫ് ഔട്ട്കംസ്, അതായത് വെൽബീങ് ആണോ, ഗ്രോത്ത് ആണോ, അഡാപ്റ്റേഷൻ ആണോ, ഇത് ഇംപ്രൂവ് ചെയ്യാൻ കഴിയും, അങ്ങനെയുള്ളതൊക്കെ നമുക്ക് അറിയാൻ പറ്റും. എങ്ങനെയാണ് ഹ്യൂമൻ ഡെവലപ്മെന്റിനെ മനസ്സിലാക്കുക? അണ്ടർസ്റ്റാൻഡിങ് ഹ്യൂമൻ ഡെവലപ്മെന്റ്. വിദഗ്ധര് വളരെ വർഷങ്ങളായിട്ട് നടത്തിയ റിസർച്ച് പറഞ്ഞിരുന്നത് ഡെവലപ്മെന്റ് എല്ലായിടത്തും ഒരുപോലെ നടക്കൂല. അത് 3 പ്രധാനപ്പെട്ട ഡൊമൈൻസിലൂടെയാണ് നടക്കുന്നതെന്നാണ് പറഞ്ഞത്. ഏതൊക്കെയാണ് ഇത്? ഫിസിക്കൽ ഡെവലപ്മെന്റ്, കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്, സോഷ്യോ ഇമോഷണൽ ഡെവലപ്മെന്റ്. ഫിസിക്കൽ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ ശരീരത്തിന്റെ വളർച്ച, ബയോളജിക്കൽ ചേഞ്ചസ്, ഹൈറ്റ്, വെയിറ്റ്, മോട്ടോർ സ്കിൽസ്, അങ്ങനെയുള്ളത്. കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിന്ത, മെമ്മറി, പ്രോബ്ലം സോൾവിങ്, ലേണിംഗ്, ഇതിന്റെ മാനസിക വളർച്ച. സോഷ്യോ ഇമോഷണൽ ഡെവലപ്മെന്റ് ആണ് നമ്മൾ ഉണ്ടാക്കുന്ന ബന്ധങ്ങള്, വികാരങ്ങള്, സെൽഫ് കോൺസെപ്റ്റ്, പേഴ്സണാലിറ്റി, ഇതിലുള്ളക്കുള്ള വളർച്ച. അങ്ങനെ 3 ഘട്ടത്തിലൂടെയാണ് ഓരോ വ്യക്തിയും വളരുന്നതെന്നാണ് റിസർച്ചേഴ്സ് പറഞ്ഞത്. ഇന്റേണലും എക്സ്റ്റേണലും ഫാക്ടർ ഉണ്ട് ഇതിന്. ഡെവലപ്മെന്റിനെ സ്വാധീനിക്കാൻ 2 തരം കാരണങ്ങളാണുള്ളത്. ഒന്ന് ഇന്റേണല്, ഒന്ന് എക്സ്റ്റേണല്. ഇന്റേണൽ എന്ന് പറഞ്ഞാൽ ഓരോ വ്യക്തിയിൽ നിന്ന് തന്നെ വരുന്ന സ്വാധീനിക്കുന്ന കാര്യങ്ങൾ, ജനറ്റിക്സ്, ഹോർമോൺസ്, ഇന്റലിജൻസ്, പേഴ്സണാലിറ്റി ട്രൈറ്റ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. എക്സ്റ്റേണൽ എന്ന് പറഞ്ഞാൽ ഫാമിലി, കൾച്ചർ, സ്കൂള്, എൻവയോൺമെന്റ്, സോഷ്യൽ ഇൻസ്ട്രക്ഷൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഇപ്പോൾ ഒരാൾക്ക് ജന്മന കാം പേഴ്സണാലിറ്റി ഉണ്ടാകാം, അത് നമ്മുടെ ഇന്റേണൽ ഫാക്ടർ ആണ്. അതേസമയം ഫാമിലി എൻവയോൺമെന്റ് സ്ട്രെസ്ഫുൾ ആണെങ്കിൽ അദ്ദേഹത്തിന്റെ ഇമോഷണൽ ഡെവലപ്മെന്റിനെ അത് ബാധിക്കുകയും ചെയ്യും. ക്ലിയർ ആണോ? അപ്പോൾ എന്താണ് ലൈഫ് സ്പാൻ ഡെവലപ്മെന്റിനെ കുറിച്ച് നമ്മൾ പഠിക്കേണ്ട ആവശ്യകത എന്താണ് ഇവിടെ? ഇങ്ങനെ മനുഷ്യൻ മുഴുവൻ ജീവിതകാലത്തേക്കുള്ള ഡെവലപ്മെന്റ് സ്റ്റേജസ് ആണ് ഇൻഫാൻസി, ചൈൽഡ്ഹുഡ്, അഡോൾസൻസ്, അഡൾട്ട്ഹുഡ്, ഓൾഡ് ഏജ്. ഇങ്ങനെ മനസ്സിലാക്കുന്നത് വളരെ നമുക്ക് ആവശ്യമാണ് അല്ലെ? നമുക്ക് മനസ്സിലാക്കാൻ സഹായിക്കുന്നത് എന്താണ് ഇതിലേതാണെന്നുള്ളത്? എന്തുകൊണ്ട് ഓരോ ജീവിതഘട്ടത്തിലും ഡിഫറൻറ്റ് ചേഞ്ചസ് സംഭവിക്കുന്നത്? ഏത് ഘട്ടത്തിലാണ് ഗ്രോത്ത് കൂടുതലുള്ളത്? ഏത് ഘട്ടത്തിലാണ് സ്റ്റെബിലിറ്റി കൂടുന്നത്? എന്തെല്ലാം ഫാക്ടേഴ്സ് ആണ് ഈ ചേഞ്ചിനെ നയിക്കുന്നത്? ഇതൊക്കെ നമുക്ക് അറിയണമെങ്കിൽ നമ്മൾ ലൈഫ് സ്പാനെ കുറിച്ചിട്ട്
പഠിക്കണം. അപ്പൊ ഡെവലപ്മെന്റ് എന്നത് ലൈഫ് ലോങ് പ്രോസസ്സാണ്. അത് കൺസെപ്ഷൻ മുതൽ ഡെത്ത് വരെ ഉണ്ടാകുന്നതാണ്. ഇതിൽ ചേഞ്ചസ് ഉണ്ടാവും, കൺസിസ്റ്റൻസി ഉണ്ടാവും, രണ്ടും കാണാൻ പറ്റും. ഡെവലപ്മെന്റ് ഉണ്ടാകുന്നത് മൾട്ടിപ്പിൾ ഡൊമൈൻസിലും മൾട്ടിപ്പിൾ ഫാക്ടേഴ്സും കാരണമാണ്. അതുകൊണ്ട് തന്നെ സയന്റിഫിക്കലി അണ്ടർസ്റ്റാൻഡ് ചെയ്തത് നമുക്ക് ഇൻഡിവിജ്വൽസിന്റെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇംപ്രൂവ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. ക്ലിയർ ആണോ? ഒരു കുട്ടിക്ക് നടക്കാൻ പഠിക്കുന്നത് ഫിസിക്കൽ ഡെവലപ്മെന്റ് ആണ്. 2+4 വയസ്സെന്ന് മനസ്സിലാക്കുന്നത് 2+2 എന്നുള്ളത് 4 ആണെന്ന് മനസ്സിലാക്കുന്നത് കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റ് കൊണ്ടാണ്. കൂട്ടുകാരെ പങ്കിടാൻ പഠിക്കുന്നത് സോഷ്യോ ഇമോഷണൽ ഡെവലപ്മെന്റ് കൊണ്ടാണ്. ഇതെല്ലാം ചേർന്നതാണ് ഹ്യൂമൻ ലൈഫ് സ്പാൻ ഈ ഡെവലപ്മെന്റ് എന്ന വലിയൊരു യാത്ര രൂപം കൊള്ളുന്നത്. ക്ലിയർ ആണോ? അപ്പൊ ഇതാണ് ഇൻട്രൊഡക്ഷന്റെ ഭാഗത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഈ ലൈഫ് സ്പാനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ യൂണിറ്റ് 5 ആണ് BPCC 109 യൂണിറ്റ് 5 ആണ് നമ്മുടെ ഡെവലപ്മെന്റ്. നമ്മൾ കുഞ്ഞായിരുന്നത് മുതൽ മരണം വരെയുള്ള നമ്മുടെ ഡെവലപ്മെന്റ് അറിയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ താഴെ കൊടുത്തിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഇതിന്റെ ഫുൾ ഡീറ്റെയിൽ ക്ലാസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. എക്സാം ഓറിയന്റഡ് ക്ലാസ്സിനാണെങ്കിൽ 350 രൂപയും, അല്ലാതെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകളാണ് നിങ്ങൾ ആവശ്യപ്പെടുന്നതെന്നുണ്ടെങ്കിൽ 500 രൂപയുമാണ് ചാർജ് ചെയ്യുന്നത് കേട്ടോ. അപ്പം വേണ്ടവർ ഇപ്പൊ തന്നെ കോൺടാക്ട് ചെയ്യാം. നമ്മുടെ എക്സാം നമ്മുടെ തൊട്ടടുത്ത് എത്തിക്കഴിഞ്ഞു. ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് ക്ലാസ് കേൾക്കാം. അപ്പോൾ ഓക്കെ, താങ്ക് യു, ബൈ ബൈ.